മഹാമാരി യൂറോപ്പിനെ വലിഞ്ഞു മുറുകിയ സമയം. പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട മഹാമാരിക്ക് മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ തലപുകഞ്ഞ രാജ്യങ്ങൾ. രോഗബാധിതരും ലക്ഷണങ്ങളുള്ളവരുമായി സമ്പർക്കം പുലർത്തിയവരുമെല്ലാം ഭയന്നു. പ്ലേഗ് എന്ന മഹാമാരി അന്ന് കവർന്നത് 20 കോടിയിലേറെ പേരുടെ ജീവനാണ്. എന്നിട്ടും അടങ്ങിയില്ല. രോഗം പടർന്നുകൊണ്ടേയിരുന്നു. രാജ്യങ്ങൾ പല വിദ്യകളും പരീക്ഷിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഒടുവിൽ ഭരണകൂടം ഇതിനുള്ള മറുപടിയായി കണ്ടെത്തിയത് ഒരു ദ്വീപായിരുന്നു. വടക്കൻ ഇറ്റലിയിൽ വെനീസിനും ലിഡോയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപ് പൊവേലിയ. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായി കണക്കാക്കുന്ന വടക്കൻ വെനീസിലാണ് പൊവേലിയ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 118 ദ്വീപ് സമൂഹങ്ങൾ ചേർന്നതാണ് വടക്കൻ വെനീസ്. ഈ ദ്വീപ് സമൂഹങ്ങളെല്ലാം തന്നെ പാലങ്ങൾ കൊണ്ടും കനാലുകളാലും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ പൊവേലിയയിൽ ആൾതാമസമുണ്ടായിരുന്നു. പിന്നീട് പലരും ഇവിടം കീഴടക്കി ഇവിടുത്തെ ജനങ്ങളെയെല്ലാം ആട്ടിപ്പായിച്ചു. പോയവരാരും തിരികെ വന്നില്ല. തീർത്തും ഒറ്റപ്പെട്ട ആൾതാമസമില്ലാത്ത ദ്വീപായി മാറിയിരുന്നു പൊവേലിയ. അതിനിടെയാണ് പ്ലേഗ് പടർന്നു പിടിച്ചത്. മരിച്ചവരുടെ മൃതദേഹം മറവു ചെയ്യുക എന്നത് വെല്ലുവിളിയായ സമയം. ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് പോംവഴിയെന്ന് അധികൃതർ കണ്ടെത്തി. പ്ലേഗ് ബാധിച്ച 1.5 ലക്ഷത്തിലേറെ പേരെയാണ് ആളൊഴിഞ്ഞ ദ്വീപിലേക്ക് അധികൃതർ വലിച്ചെറിഞ്ഞത്. മരിച്ചവർക്കായി വമ്പൻ ശവക്കുഴികൾ തീർത്ത് കൂട്ടത്തോടെ കുഴിച്ചിട്ടു. പാതി ജീവനോടെ അടക്കപ്പെട്ടവരുമേറെ. മരണത്തിന്റെ വക്കിലെത്തിയവരെയും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ദ്വീപിലേക്ക് വലിച്ചെറിഞ്ഞ് അധികൃതർ മടങ്ങി. ഒരിറ്റ് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിത ജീവിതത്തിനൊടുവിൽ എത്രയോ പേർ യഥാർത്ഥത്തിൽ മരിച്ചു വീണുവെന്ന് ഇപ്പോഴും ഔദ്യോഗിക കണക്കുകളില്ല.